ചെമ്പനീർ പൂ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിയുടെ കൂട്ടുകാർ പറയാണ് സച്ചിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവന് ഞങ്ങളെടുത്ത് ദേഷ്യം കാണൂടാ മകേഷ്. മകേഷ് പറയാണ് അവനോ എന്തിനാ നിങ്ങളോട് ദേഷ്യം? നമ്മൾ കാരണല്ലേ അവൻ്റെ കാർ വിൽക്കേണ്ടി വന്നത്. നിങ്ങളോട് അവനക്ക് ഒരു ദേഷ്യവുമില്ല. അവൻ എന്ത് തീരുമാനമെടുത്താലും അവൻ മുന്നും പിന്നും നോക്കാതെ അത് നടത്തിയിരിക്കും. ആൻ്റണിക്ക് മുന്നിൽ നമ്മളും അവനും തോൽക്കണ്ടല്ലോ. അതുകൊണ്ടാണ് അവൻ കാറ് വിറ്റത്. കാറ് വിറ്റ് ആൻ്റണിയുടെ കടം തീർത്തത്. അവൻ കാറില്ലാതെ എന്ത് ചെയ്യും? അവൻ വാടക കാർ ഓടിക്കും. വാടകയ്ക്ക് കാർ എടുത്ത് ഓടിക്കാനാണ് പ്ലാൻ എന്ന് തോന്നുന്നു. യേശു പറഞ്ഞു. അവരുടെ അടുത്തേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട്. അതിന് നമ്മളുടെ സച്ചി ഇറങ്ങുകയാണ്. ആരാ ഓട്ടോ ഓടിച്ച് ഇങ്ങോട്ട് വരണേ? ഇവിടെ ഇടാനായിരിക്കുമോ? മകേഷ് പറയുന്നുണ്ട്. ഇവിടെ കാറിന് തന്നെ ഓട്ടോയില്ല, എന്നിട്ടല്ലേ ഓട്ടോയ്ക്ക്. ഓട്ടോയിൽ നിന്ന് നമ്മൾ സച്ചി ഇറങ്ങുകയാണ്. കൂട്ടുകാർ മകേഷും കണ്ട് തരിച്ചിരിക്കുകയാണ്. മകേഷ് ചോദിക്കുകയാണ് സച്ചിയുടെ അടുത്ത്, എന്താടാ ഇത്? സച്ചി പറയുന്നുണ്ട്, കണ്ടാൽ മനസ്സിലാവുന്നില്ലേടാ ഇത് ഓട്ടോ. സച്ചി പറയാ, അതെനിക്കറിയാം, നീ എന്തിനാ ഓടിച്ചുകൊണ്ട് വരണേ? പറയണ, ഓടിച്ചാലല്ലേ ഓടൂ. സച്ചി പറയണ, ജീവിക്കാൻ എന്തെങ്കിലും ജോലി ചെയ്തല്ലേ പറ്റൂ. ഞാൻ ഓട്ടോ ഓടിക്കാൻ തീരുമാനിച്ചു. എനിക്കറിയുന്ന ജോലിയല്ലേ ചെയ്യാൻ പറ്റൂ. ഇത്രയും നാളും കാർ ഓടിച്ചു, ഇനി ഓട്ടോ ഓടിക്കാം. എൻ്റെ കൂട്ടുകാർ പറയണ, സോറി സച്ചി, ഞങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ചുമ്മാ ഇരിടാ, നിങ്ങൾ കാരണമൊന്നും അല്ല. ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നത് കൊണ്ടെന്താ? 4 ചക്രം ഉള്ളത് ഇപ്പോൾ 3 ചക്രമായി, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് വിഷമമുണ്ട് സച്ചി. സച്ചി പറയണേ, എന്തിനാടാ വിഷമം? ഒരു വിഷമവും വേണ്ട, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. യേശു പറയുന്നുണ്ട്, സച്ചി നിനക്ക് വാടകയ്ക്ക് ഓടിക്കാൻ ഞാനൊരു കാറ് ഏർപ്പാടാക്കി തരാം. പറയാ, എന്തിന്? ഇതിനും വാടക കൊടുക്കണം. കാറെടുത്താലും വാടക കുറച്ച് നാൾ ഇത് ഞാൻ ഓടിച്ചോളാം. ചില കൂട്ടുകാർ പറയുന്നുണ്ട്, നീ ഞങ്ങൾക്ക് വേണ്ടി കാറ് വിറ്റ് ഇപ്പോൾ ഓട്ടോ ഓടിക്കേണ്ട ഗതി വന്നില്ലേ? ഞങ്ങളും കുടുംബം സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു, അതിന് നീയാണ് കാരണം. പക്ഷേ നിൻ്റെ അവസ്ഥ. വെച്ച് പറയണ, സെൻറ്റിമെൻ്റായി സംസാരിക്കാതെ. കാറല്ലേ പോയത്, കാലം നല്ലല്ലോ പോയത്. കാറില്ലെങ്കിൽ എന്താ ജീവിക്കാൻ പറ്റില്ലേ? എൻ്റെ ശരീരത്തിൽ ജീവനുണ്ട്, അത് മതി. ഏത് ജോലി ചെയ്താലും ഞാൻ ജീവിച്ചോളും. എന്നാലും കാർ ഓടിക്കുന്നത് പോലെ തന്നെ ഓട്ടോ ഓടിക്കുന്നതും എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. ചെയ്യുന്ന ജോലി സത്യസന്ധമായി ചെയ്താൽ മതി. എല്ലാ ജോലിയും നല്ലതാണ്.